വളരെ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സ് ശ്രദ്ധിക്കേണ്ടത്. നമുക്കറിയാം കഴിഞ്ഞൊരു 5 വർഷം മുന്നേ ഉണ്ടായിരുന്ന ചിലവുകളല്ല ചികിത്സാ ചിലവുകളിൽ വലിയ വർധനവ് വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ചേരുവാൻ അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുവാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, കമ്പനിയെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. കമ്പനിയുടെ ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ ഹൈ ഉള്ള കമ്പനി സെലക്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം അവർ നിലവിൽ കൊടുത്തിരിക്കുന്ന പോളിസികൾ ഹോസ്പിറ്റലിൽ ക്ലെയിം വരുമ്പോൾ എത്രമാത്രം കാര്യക്ഷമമായി അവരത് ചെയ്യുന്നുണ്ടെന്നുള്ളതിൻ്റെ ഒരു രേഖയാണ് ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ. പരമാവധി 90% മുകളിൽ ക്ലെയിം സെറ്റിൽമെൻ്റ് ഉള്ള കമ്പനികളിൽ നിന്ന് മാത്രം ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുന്നത് നല്ലതായിരിക്കും. അടുത്തത്, ക്യാഷ്ലെസ് ഹോസ്പിറ്റലുകൾ. നമ്മളുടെ പരിസരത്ത് നമ്മൾ കൂടുതലായി പോകുന്ന, നമ്മൾ കൂടുതൽ ആശ്രയിക്കുന്ന ഹോസ്പിറ്റൽ ഏതൊക്കെയാണോ അവിടെയെല്ലാം ക്യാഷ്ലെസ് സൗകര്യം ഉണ്ടോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ക്യാഷ്ലെസ് ഇല്ലെങ്കിൽ പോലും നമുക്ക് റീഇംബേഴ്സ്മെൻറ്റ് കിട്ടും. പക്ഷേ ക്യാഷ്ലെസ് ഉണ്ടെങ്കിൽ നമ്മളുടെ ആശുപത്രി അഡ്മിഷൻ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആശുപത്രി ചിലവുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം വളരെ ഈസി ആയിട്ട് പോകും. അപ്പോൾ ക്യാഷ്ലെസ് സൗകര്യം നോക്കുക. അതുപോലെ തന്നെ നമ്മളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള പദ്ധതികൾ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. നമ്മൾക്ക് ചില ആവശ്യങ്ങളുണ്ടാവും. ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് ന്യൂലി മാരീഡ് ആയിട്ടുള്ള കപ്പിൾസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് മെറ്റേണിറ്റി കവർ ചെയ്യുന്ന പദ്ധതികൾ, പ്രസവത്തിന് ചികിത്സയ്ക്കുമായി ബന്ധപ്പെട്ടിട്ട് ക്ലെയിം കിട്ടുന്ന പദ്ധതികൾ വേണമെന്നുണ്ടെങ്കിൽ അത്തരം പദ്ധതികൾ ഏത് കമ്പനിയിലാണ് ഉള്ളത് എന്നുള്ളത് കറക്റ്റായി സെർച്ച് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ചില നിലവിലെ അസുഖമുള്ളവർക്ക് പെട്ടെന്ന് ക്ലെയിം കിട്ടണമെങ്കിൽ അത്തരത്തിലുള്ള പദ്ധതികൾ, അപ്പം നമ്മളുടെ ആവശ്യം അറിഞ്ഞുള്ള പദ്ധതികൾ അന്വേഷിക്കുക. അത്തരം പദ്ധതികളിലെ പ്രീമിയം പരമാവധി കമ്പയർ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഓരോ കമ്പനികളിലും വ്യത്യസ്തമായ പ്രീമിയം ആയിരിക്കും. അപ്പം നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച്, നമ്മളുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് നല്ല ഒരു പ്ലാൻ, നല്ല കവറേജ് കിട്ടുന്ന മിനിമം 10 ലക്ഷമെങ്കിലും ഇനിയുള്ള കാലഘട്ടത്തിൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ തന്നെ മിനിമം 10 ലക്ഷമെങ്കിലും കവറേജുള്ള പദ്ധതികൾ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം നമുക്കറിയാം കഴിഞ്ഞൊരു 5 വർഷം മുന്നേ ഉണ്ടായിരുന്ന ചിലവുകളല്ല ചികിത്സാ ചിലവുകളിൽ വലിയ വർധനവ് വന്നിട്ടുണ്ട്. പല ട്രീറ്റ്മെൻറ്റുകളിലും പല സർജറികളിലുമെല്ലാം നല്ല മാറ്റം വന്നിരിക്കുന്നതിനാൽ പരമാവധി ഏറ്റവും കുറഞ്ഞതൊരു 10 ലക്ഷത്തിൻ്റെയെങ്കിലും ഇൻഷുറൻസ് എടുക്കുക.